കൂടുതൽ ലോഹമണൽ നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കൊല്ലം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി? ഉത്തരം പമ്പ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം നെയ്യാർ വന്യജീവി സങ്കേതം. ഐക്യകേരളം തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി രാജാവ് ആര്? ഉത്തരം കേരളവർമ്മ മഹാരാജാവ്. വിശ്വവിഖ്യാതമായ മൂക്ക് ആരുടെ കൃതിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. കലക്കത്തു ഭവനം ഏത് കവിയുടെ ജന്മഗൃഹമാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാരുടെ. ഇന്ത്യയിലെ സുഗന്ധോദ്യാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. അറബിക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. പശ്ചിമഘട്ടം കടന്നുപോകാത്ത കേരളത്തിലെ ഏക ജില്ല? ഉത്തരം ആലപ്പുഴ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആര്? ഉത്തരം കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിനമായി ആചരിക്കുന്ന ഒരേയൊരു കേരളീയൻ ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ദൈവദശകം എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ആര്? ഉത്തരം സിസ്റ്റർ അൽഫോൺസ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി.